നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഇന്ത്യൻ സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ യുദ്ധം വേണ്ടായേ എന്ന് പറഞ്ഞുകൊണ്ട് വെടിനിർത്തൽ വേണമെന്ന് ഇന്ത്യയോട് അപേക്ഷിച്ച് പാകിസ്ഥാൻ. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായതായി കേന്ദ്രം പ്രഖ്യാപിച്ചു. വൈകിട്ട് 5 മണിയോടുകൂടി ഇരു രാജ്യങ്ങളും കര, വ്യോമ, സമുദ്ര മാർഗമുള്ള എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറും പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാനാണ് വെടിനിർത്തലിന് ഇന്ത്യയോട് കെഞ്ചിയത്. അതിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായി എന്ന് അമേരിക്കയായിരുന്നു പ്രഖ്യാപനം നടത്തിയത്. തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചില വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. മധ്യസ്ഥ ചർച്ചയിലൂടെയാണ് വെടിനിർത്തലിന് സാഹചര്യം ഒരുങ്ങിയതെന്നും അമേരിക്കയാണ് ഇടപെട്ടത് എന്നുള്ള വിവരങ്ങളൊക്കെ ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ഇന്ത്യ അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കും ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല എന്നും പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് വിളിച്ച് വെടിനിർത്തലിന് അപേക്ഷിക്കുകയായിരുന്നുവെന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പാക് DGMO ഇന്ത്യൻ DGMOയെ ഉച്ചകഴിഞ്ഞ് 3:35 വിളിച്ചിരുന്നു. കര, നാവിക, വ്യോമ മേഖലകളിൽ വെടിവെപ്പും സൈനിക നടപടികളും ഇന്ന് 5 മണി മുതൽ നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും പിന്നീട് ധാരണയാകുകയായിരുന്നു. ബന്ധപ്പെട്ടവർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് ഇരു DGMOകളും വീണ്ടും ചർച്ച നടത്തുമെന്ന് വിക്രം മിസ്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ഉടനടി വെടിനിർത്തലിന് സമ്മതിച്ചു എന്നായിരുന്നു ട്രംപിന്റെ കുറിപ്പ്. രാത്രി മുഴുവൻ നീണ്ട കൂടിയാലോചനകളെ തുടർന്നാണ് തീരുമാനമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പ് ട്രംപ് എക്സിലും പങ്കുവച്ചിരുന്നു. ബുദ്ധിപരമായ നീക്കത്തിന് ഇന്ത്യയെയും പാകിസ്ഥാനെയും അഭിനന്ദിക്കുന്നുവെന്നും ട്രംപ് കുറിപ്പിൽ പറഞ്ഞിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും പാക് സൈനിക മേധാവി അസീം മുനീറുമായും ചർച്ച നടത്തിയിരുന്നുവെന്ന് ഉച്ചയ്ക്ക് സ്ഥിരീകരിച്ചിരുന്നു. 48 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് വെടിനിർത്താൻ ഇരു രാജ്യങ്ങളും തയ്യാറായത്. ഇതിന് പിന്നാലെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയെന്നും മധ്യസ്ഥ ചർച്ചയുടെ ഭാഗമായി ഇരു രാജ്യങ്ങളിലെയും മിലിറ്ററി ഓപ്പറേഷൻ DGമാരും സംസാരിച്ചുവെന്നും തുടർന്നാണ് വെടിനിർത്തലിന് സാഹചര്യം ഒരുങ്ങിയത് എന്ന തരത്തിലൊക്കെ വാർത്ത വന്നിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിന് കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നല്ല ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ തീരുമാനിച്ചത് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഒരു മൂന്നാം കക്ഷിയും വെടിനിർത്തലിനായി ഇടപെട്ടിട്ടില്ല. വെടിനിർത്താൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ തന്നെയാണ് രംഗത്തേക്ക് വന്നതെന്നും അതിനെ തുടർന്നാണ് ചർച്ചകൾ നടന്നത് എന്നും കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തി. സൈന്യങ്ങൾക്കിടയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തിയത്. ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്ന വേദിയിൽ തുടർ ചർച്ച എന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയും ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒരു മൂന്നാം കക്ഷിയും ഇടപെട്ടില്ല എന്നതിനൊപ്പം ഒരു തുടർ ചർച്ചയുമില്ല എന്നും ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കടുപ്പിച്ച് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും സംസാരിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കരാറായത് സംബന്ധിച്ച വിവരങ്ങളുമായി രംഗത്തേക്ക് വന്നത് വിക്രം മിസ്രി ആയിരുന്നു. പക്ഷേ വിക്രം മിസ്രിയുടെ വാർത്താ സമ്മേളനം 1 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിന്നില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ വിക്രം മിസ്രി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം പാകിസ്ഥാൻ തന്നെയാണ് വെടിനിർത്തലിന് ആവശ്യവുമായി രംഗത്തേക്ക് വന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം പാകിസ്ഥാൻ പട്ടാളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അട്ടിമറിയും പ്രതിഷേധങ്ങളും പിളർപ്പും നടന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആഭ്യന്തര കലഹവും കൂടി വന്നതോടുകൂടി, അതായത് ബലൂജ് ആർമി കൂടി രംഗത്ത് വന്നതോടുകൂടി പാകിസ്ഥാൻ തലയിൽ കൈവച്ച് നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇന്ത്യയുമായി ഇനിയും ആക്രമണം തുടർന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും എന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ വെടിനിർത്തലിന് ഇന്ത്യയോട് കേണപേക്ഷിച്ചത്. ഇത് മാത്രമല്ല, ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുപ്പിച്ച ചില നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടത്തുന്ന ഏതൊരു ഭീകര പ്രവർത്തനവും ഇനി യുദ്ധമായി കണക്കാക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിനൊക്കെ ശേഷമാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിച്ചുകൊണ്ട് വെടിനിർത്തലിന് കേണപേക്ഷിച്ചത്. ഒടുവിൽ വെടിനിർത്തൽ സാധ്യമായിരിക്കുകയാണ്. 5 മണിയോടുകൂടി വെടിനിർത്തൽ സാധ്യമാകുകയും ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാനുമായി ഇനിയിപ്പോൾ തുടർ ചർച്ചകൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനൊന്നും അതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു മറുപടി നൽകാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിവരം പുറത്തേക്ക് വരുന്നത്.
എന്തായാലും ആരുടെയും മധ്യസ്ഥ ചർച്ച ഇതിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ തറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.